ഇത് നമുക്ക് അടിപൊളി ഒരു ഗോബി മഞ്ചൂരി ആക്കി എടുക്കാം. അതിനായിട്ട് ചതുരത്തിൽ 2 സബോളയും ഒരു ക്യാപ്സിക്കും കൂടെ മുറിച്ച് വെച്ചേക്കുന്നതാണ്. കോഴിഫ്ലവർ കഴുകി വൃത്തിയാക്കി മുളക് പൊടി ഉപ്പും ഇട്ട് വെച്ചേക്കുന്നതാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസാണ് മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, ടൊമാറ്റോ സോസ്, ഇതെല്ലാം കുറേശ്ശെ മതി. ഡാർക്ക് സോസ്, ഗ്രീൻ ചില്ലി പൊടി സോസ്, ഇത് റെഡ് ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് വിനാഗിരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര സാധനങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഈ ആക്കി വെച്ചേക്കുന്ന കോഴിഫ്ലവർ മുളക് പൊടി ഇട്ട് വെച്ചേക്കുന്നതിനകത്തോട്ട് ഒരു 4 സ്പൂൺ കോൺഫ്ലവർ പൊടി, 4 സ്പൂൺ മതിയേ. അതിൻ്റെ പകുതി മൈദപ്പൊടിയും കൂടെ. മൈദ അധികം വേണ്ട, കോൺഫ്ലവറാണ് അധികം വേണ്ടത്. ഇതുപോലെ മിക്സാക്കി നല്ലതുപോലെ മിക്സാക്കി എടുക്കുക, കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളം വേണ്ട, വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ. ഇത് നമുക്ക് മൊരിച്ചെടുക്കാനാണ്, അപ്പോൾ അധികം ചാറ് വേണ്ട. ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യത്തിന് പരുവത്തിന് ഇത് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു കറിയാണ്, ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ ഉണ്ടോ. ഈ പരുവത്തിൽ ഇത് കുഴച്ചെടുത്ത് വെക്കണം. ഇതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചീനിച്ചട്ടി തീയിലോട്ട് വെച്ചിട്ട് ചീനിച്ചട്ടി നല്ലപോലെ ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നല്ലപോലെ ചൂടാകണം. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ ആക്കി വെച്ചേക്കുന്ന കോഴിഫ്ലവർ ഇതിനകത്തോട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇതധികം നേരം ഇട്ട് വറുക്കുകയേ വേണ്ട, പെട്ടെന്നായി കിട്ടും. കൂടിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വറുത്ത് കോരിയെടുക്കണം. ഒരു 5 മിനിറ്റ് വേണ്ട, പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. പിള്ളേർക്കൊക്കെ സ്നാക്സായിട്ട് കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഇതുപോലെ വറുത്ത് കോരി വെച്ചേക്കുന്ന ഇത് ഉണ്ടോ. 2-3 തവണയായിട്ട് ഇതുപോലെ നല്ലപോലെ ക്രിപ്സി ആയിട്ടിരിക്കണം, വറുത്ത് കോരി വെക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ നമ്മൾ ക്യാപ്സിക്കും ഉള്ളിയും കൂടെ ബാക്കി വന്ന എണ്ണയിലേക്ക് ഇതും ഇട്ട് വഴറ്റിയെടുക്കണം. ഇതധിക സമയം വഴറ്റുകയേ വേണ്ട, ഒരു 3-4 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും ഇത് വഴന്ന് കിട്ടും. ഇതധികം ക്രിപ്സി ആകണ്ട, ഇത് ചെറുതായി വഴന്ന് കിട്ടുന്നതാണ് കറിക്ക് ടേസ്റ്റ്. അതുപോലെ നല്ലതുപോലെ ആ സവോളയും ഇത് ഒന്നിച്ചിട്ട് വഴറ്റിയാലും ഇതുപോലെ കണ്ടോ. അതിനകത്തേക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം കണ്ടോ. പെട്ടെന്നായി കിട്ടും, അധികം സമയം വഴറ്റുകയേ വേണ്ട. ഇത് ഒത്തിരി വഴന്ന് പോകുന്നതും നല്ലതല്ല. അതാണ് ഇതിൻ്റെ ചെറുതായ വഴറ്റിയെടുക്കുന്ന അതിൻ്റെ രുചി കണ്ടോ. ഈ പരുവത്തിലാകുമ്പോൾ നമുക്കിത് പാത്രത്തിനകത്തേക്ക് അത് മൊത്തം കോരി മാറ്റി വെക്കാം ഇതുപോലെ കണ്ടോ. ക്യാപ്സിക്കം ഇതേ പരുവത്തിൽ വാടി വന്നാൽ മതിയേ. എന്നിട്ട് നമ്മൾ ആ ബാക്കി വന്ന എണ്ണയിലേക്ക് 2-3 വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2-3 മുളകും, ഇതിനകത്ത് ഒരു സബോള മതി കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇത് ചെറിയതായിട്ടല്ല, നല്ലപോലെ മൂപ്പിച്ച് ഇതുണ്ടോ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കറി, അധികം എരിവൊന്നും ചേർക്കാതെ ആക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ സോസിൻ്റെ രുചിയും എരിവും മണവും ഗുണമൊക്കെ ആകുമ്പം അധികം മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം പിള്ളേർക്കൊക്കെ കറിക്ക് നല്ലതാക്കുക. എന്നിട്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ ആക്കി വാങ്ങി വെച്ചേക്കുന്ന ആ ഗ്രീൻ ചില്ലി കൂട്ട് ഒരു 2.5 സ്പൂണ് ഒഴിച്ച് കൊടുക്കണം. അതേ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കണം. ആ ഡാർക്ക് സോസ് കുറച്ച് കുറയ്ക്കണേ, അധികം വേണ്ടത്. 2 വലിയ സ്പൂൺ മതി. എന്നിട്ട് 1 സ്പൂൺ വിനാഗിരി, അധികം ചേർക്കാനേ പാടില്ല, 1 സ്പൂൺ വിനാഗിരി മതി. എന്നിട്ട് അതിനേക്ക് ആവശ്യത്തിന് വെള്ളം, അധികം വെള്ളം ചേർക്കാൻ പാടില്ല. നല്ലപോലെ വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ ഉണ്ടോ. ഇതുപോലെ എല്ലാം കൂടെ കറക്കിയെടുത്ത് ഇതുപോലെ തിളയ്ക്കണം. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ആക്കി വെച്ചേക്കുന്ന ആ ക്യാപ്സിക്കവും ആ സബോളയും കൂടെ ഇതിനകത്തോട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം. ഇതുപോലെ വറുത്ത് കോരി വെച്ചേക്കുന്ന ആ ചിക്കനല്ല കോഴിഫ്ലവറും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ. അപ്പോൾ സോസൊക്കെ ആവശ്യം വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവേ പരുവത്തിന് കണ്ടോ. ഇതുപോലെ വെള്ളവും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി ചാറാക്കുന്നില്ല, നിങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിന്. ഞാൻ ഇച്ചിരി ക്രിപ്സി ആക്കി എടുത്തേക്കുന്നത്, ചാറാക്കേണ്ടവർക്ക് ചാറും ആക്കാവേ.
ഒരു 2 തണ്ട് മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കൂട്ടി മേളിലോട്ട് മേമ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ നല്ലതാണേ. അതും കൂടെ ചേർത്ത് ഇളക്കി ചെറു ചൂടോടെ ഇത് വാങ്ങി വെച്ച് ബ്രെഡിന് ഏറ്റവും നല്ലത് കൂട്ടാൻ. ബ്രെഡ് കൂട്ടി കഴിച്ച് നോക്കിക്കേ, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ, നല്ല രസമാണ് ഇത് കഴിക്കാൻ.